ഇപ്പം ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുസ്തിക്ക് കൈ കൊടുക്കും. ഉം. കാട്ടാഗുസ്തി ഉണ്ടോ നിങ്ങൾക്ക്? പുള്ളിക്ക് ആ ആ ഉണ്ടുണ്ട്. ആ അത് കമ്പനിയിലൊക്കെ ഉള്ള ഫയൽമാനൊക്കെ ആയിട്ടാണ് വലിയ പേരിലൊക്കെ അറിയുന്നത്. ആ ഇത് ഗുസ്തിക്ക് 8 ദിവസം മുമ്പ് കൈ കൊടുക്കും. ആ 8 ദിവസം അപ്പോഴത്തേനും ആള് കൂടും. ആ 8 ദിവസം കഴിഞ്ഞാൽ ഈ കൈ കൊടുക്കണ ഒത്തിരി സൂക്ഷിക്കണം. ആ ഇത് നമ്മളിങ്ങനെ കൊടുക്കൂലേ, ആ ദേ കൈ കാണിച്ചിട്ടേ ഇങ്ങനെ ആ ഈ പിടിക്കുന്ന പിടുത്തത്തില് പിടിയിൽ പോളത്തര രാമേന്ദ്രന്റെ കൈ മിന്നജോണിന്റെ ചെറുവരുടെ പോളത്തര രാമേന്ദ്രൻ ഓടിച്ചു കളഞ്ഞതാ. ആ ഈ കൈ കൂടിയ 22 ദിവസം മതി, അത് കഴിഞ്ഞ വീണ്ടും പിടിക്കുമെന്ന് പറഞ്ഞു. ആണല്ലേ. ആ മിന്നൽ ജോൺ ആ ആ അത് സർക്കസ് കമ്പനിയിൽ പെടുത്താല്ലോ, ഒറിജിനൽ പെടുത്താം. ആ ആ ആ അതില് രാമേന്ദ്രൻ തോറ്റു കൊണ്ടുവന്നു. ആ ഏഹ് ആ പിന്നെ ആ ബെല്ലോടിക്ക് കൂടാണ്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ മുണ്ട് ഇങ്ങനെ കുത്തിയേക്കും. ഉം. കുത്തിയ ചെല്ലുന്നു ആ പാണ്ടൊന്നും അല്ല. ആ ആ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ ഒറ്റ അടിയാ കാലും ഇത് കൊള്ളണം ഇട്ടോന്ന് വെക്കും. ആ ഇവിടെ അടിക്കണേ ആ ആ ആ അത് അറിയുന്ന ചുവടയിൽ കാല് വലിക്കും. ഓ അപ്പൊ കൊള്ളുകയല്ല. ആ ആ ആ ഏഹ് ആ ആ ബാലൻചേട്ടൻ ഇങ്ങനെ എന്താ ഓരോ ദിവസം ഇങ്ങനെ പുഷപ്പൊക്കെ കണ്ടവനുണ്ട്. ആ അപ്പൊ ഓരോ ദിവസം എന്നോട് പറഞ്ഞോ ആ വടിയോട് ഇരിപ്പുണ്ടോ ഞാൻ തടാന്ന് പറഞ്ഞു. ആ അപ്പൊ ഞാൻ എടുത്തോണ്ടേ ആ ആനക്കിട്ടല്ല ഞാനിക്കൊണ്ട് ഓർത്തെ, ആ ഞാൻ ഇങ്ങനെ ഈ പുഷപ്പ് അടിക്കുമ്പോ ഞാനിങ്ങനെ വെച്ച് പോവന്നെ, നീ തല്ലിക്കോളാൻ പറഞ്ഞു. തല്ലണമെന്ന് തോന്നുന്നു, ഒരു മയം വേണ്ടെന്ന് ആ തോന്നുന്നു. ഇതേ പോലെ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ആ പറഞ്ഞു. ഞാൻ മാറിപ്പോയി. പിന്നെ പുള്ളിയുടെ ഒരു ശിഷ്യന് മറ്റന്നാൾ കൊണ്ടുവന്നു, ആ അങ്ങാരെ കൊടുത്തോണ്ടിരുന്നു. ആ ഏഹ് ആ ആ പിന്നെ ഇവര് ലങ്കോടി ഇടയ്ക്കിടയ്ക്ക് നനച്ച് കിട്ടും. ആ എന്തിനെന്ന് വെച്ചാൽ ഈ വികാരം വരാതിരിക്കാനെന്ന് പറയണു. ആ ആദ്യം പോയത് മുണ്ടക്കയത്താണ്. ആ അപ്പൊ അവിടെ ചെന്ന് നിന്ന് അവിടെ വലിയ ആലമത്സവമൊക്കെ ഉണ്ട്. ആ അത് ഈ സർക്കസ് കമ്പനിയാ, ആ നമ്മുടെ ഈ നാടോടികളുമാര്. ആ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മുണ്ടൊക്കെ കഴിച്ച് എൻ്റെ കയ്യിലേക്ക് വന്നു, ആ പിടിച്ചോളാൻ പറഞ്ഞു. ആ അപ്പൊ കുറച്ചിട്ട് കളിച്ചിട്ട് വെച്ചാൽ അവിടെയാണല്ലോ. ആ ആ ആ സമയത്താണ് ഇങ്ങനെ കുസ്തി പിടിക്കാൻ വന്നതാണ് ഞാൻ അറിയണത്. ആ എല്ലായിടത്തും 51 രൂപ കിട്ടുന്നത്. ആ എവിടെ ഇങ്ങനെ തോക്കണമില്ല. ഇല്ല. ആ അപ്പൊ ഞാനൊരു ദിവസം ചോദിച്ചു തന്നെ ഇങ്ങനെയെന്ന് ചോദിച്ചു. ആ ചേട്ടൻ ജയിക്കണമില്ല തോക്കണമില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ഇത് നേരത്തെ പറഞ്ഞിട്ടാടാ പൊട്ടാന്ന് പറഞ്ഞു. ആ ഈ അത്ര ജനത്തിന്റെ ഇടയ്ക്ക് തവള വളർന്നു കിടക്കുമ്പോൾ എനിക്ക് പറ്റിയല്ല. അപ്പൊ കട്ടക്കേട്ടേക്ക് പിടിക്കും. ഏഹ് കാണികളെ വിശ്വസിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോരും. അപ്പൊ അന്നേരം മറ്റേ പുള്ളി പറയും, ഈ കമ്പനി പേരുവാൻ, ഇങ്ങേരെ എനിക്ക് തോപ്പിക്കും. അത് ഞാൻ കേൾക്കാറുണ്ട്. ഇങ്ങേരെ എനിക്ക് തോപ്പിക്കണമെങ്കിൽ പണ്ടേ തോപ്പിക്കാറുണ്ട്. അപ്പൊ ഇത് ഒത്തുപിടുത്താന്ന് നിങ്ങൾ വിശ്വസിച്ചാലെന്ന് വെച്ചാണ് അത് വേണ്ടെന്ന് വെച്ചത്. നാളെ ഇനി ഇങ്ങേരായിട്ടില്ല, ഇങ്ങേരുടെ ആശാൻ വരും, പുള്ളിയായിട്ടാ പിടുത്തം. എവിടെ നിങ്ങൾ പിന്നെ ഒരാളാ. അതാണ് കാട്ടാവസ്ഥ. ഇങ്ങേരുടെ അമ്മാവൻ കട്ടത്തറ പപ്പദാസ് ഉത്സക്കാരനാ. ഒറിജിനലായിട്ട് ഇഷ്ടം പോലെ പിടിക്കും. അതിൽ ഇലക്ട്രിക് ചുരുക്കി പറയുക, ഇലക്ട്രിക് മൈഡീനായിട്ട് പിടിച്ചിട്ട് 3-4 പ്രാവശ്യം പിടിച്ചിട്ട് കട്ടക്കായി. അങ്ങോട്ടൊന്നും അടിക്കാൻ പറ്റില്ല. ഇലക്ട്രിക് മൈഡീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അടിക്കുന്ന സ്പീഡ് അടിക്കും. അവസാനം ഇതിന് സമയമുണ്ടല്ലോ, ആ സമയമില്ലാണ്ട് രണ്ടുപേരിൽ ഒരാൾ തോക്കുന്നവര്, അങ്ങനെ പിടുത്തം. ആ പിടുത്തത്തിൽ കട്ടച്ചറ പപ്പദാസ് തോറ്റു. അപ്പൊ അന്നയാള് ലങ്കോട്ടി അയച്ചു വെച്ചു. അങ്ങേരുടെ മരുമോനാണ് ഈ മനുഷ്യൻ. അങ്ങനെ ഒരു സ്വഭാവം. പിന്നെ കൂപ്പിൽ ഹെവി ലൈസൻസുള്ള ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ വിനോദിന്റെ പ്രായത്തിലോ അലക്സിന്റെ പ്രായത്തിലോ ഒക്കെ ചെല്ലുവാണെങ്കിൽ ലോഡ് കിട്ടി ഇറങ്ങാൻ പേടി വരും അവർക്ക്. കൂളായിട്ട് ആ വണ്ടിയും ഇറക്കി കൊടുക്കും. പിന്നെ ഇവിടെ കൊടുക്കുന്ന കാര്യം പറയാനുണ്ടോ, നല്ല കളരി പേശി. അങ്ങനെയൊക്കെ ആണ് ആള്. ചോറ് ഇവിടെ കിടങ്ങൂര് ഇപ്പോഴും ഓർക്കണു, 1 രൂപ വരെയുള്ള 1.5 രൂപ വരെയുള്ള അപ്സര ഹോട്ടലിൽ നിന്നാണ് 2 പൊതി ചോറ്. ഈ 2 പൊതി ചോറ് മുഴുവൻ ഉണ്ണും. അമ്പലത്തിൽ നിന്ന് ആനയ്ക്ക് കാല അടിച്ചടിക്ക് നടവെള്ളാണ്ടൊക്കെ പറഞ്ഞു 5 കൊല്ലം നിന്ന് ഞാൻ. അപ്പൊ ഈ ചോറുണ്ട് കഴിഞ്ഞാല് ഒരു ദിവസം ഞാൻ 50 പൈസ കൊടുത്തൊരു മീൻകറി മേടിച്ചോണ്ടിരുന്നു. മീൻ മാറത്ത് അയിലായിരുന്നു, നീളത്തിലായിരുന്നു. ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൽ സ്പെഷ്യലുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു പുസ്തകമുള്ള. അപ്പൊ പറഞ്ഞു, ഇതെന്തിനാടാ, ഇതെന്തുവാടാ എന്ന് ചോദിച്ചു. ഒരു സ്പെഷ്യൽ മേടിച്ചോന്ന് പറഞ്ഞു. ഇന്ന് നീ കൊണ്ടുവന്ന ഞാൻ കരിക്കണ്ടല്ലേ, ഞാൻ കഴിച്ചോളാം. നാളെ മുതൽ എനിക്ക് ഒരിക്കലും കൊണ്ടുവരരുത്. ഇതിൽ 3-4 കൂട്ടം കറിയുണ്ട്. ഇതിൽ ഒരു കൂട്ടെങ്കിലും കൂട്ടി ഉണ്ണാൻ മേലാത്ത ഇഷ്ടപ്പെടാത്ത ഏത് പാപ്പാനാറിയാടാ ഉള്ളത്. ഇത് 3-4 കഷ്ണാക്കിയിട്ട് ഇച്ചിരി വാളംപുളിയോ കുടപ്പുളിയോ ഇട്ടിട്ട് വെള്ളം കൂട്ടി വെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റേ വീട്ടില്.
അതാണ് ആള്. ആ ആ ആ, ആ ഈ ഈ പറഞ്ഞിട്ടും അടിക്കണേന് യാതൊരു ഇതുമില്ല. പറഞ്ഞിട്ടും അടിക്കും. ആണല്ലേ? അയ്യോ, അടി കാണാൻ അതിന് ഉം, കൂടുതൽ ഇത് വന്നത് എല്ലാരും പറഞ്ഞത് പുള്ളിയുടെ ഒപ്പമുള്ള കൂട്ടുകാരുണ്ട്. ഉം, ഒന്ന് നമ്മുടെ ഈ സിനിമയിൽ അഭിനയിക്കണേ, ആടിന്റെ ചോരമൊക്കെ കുടിക്കണേ ഉണ്ടല്ലോ, മോഹൻലാല്. ഉം, ഓ, അയാള് അയാളാണ് ഒറിജിനൽ കഥ. അത് ആ അയാളുടെ ഭാര്യയുടെ പേര് ലീല. ആ അയാളാണ് ഒരു കൂട്ടുകാരൻ. ആ ഒരാൾ ഈ ഒഴൂരുള്ള ചട്ടൻ ജോയിന്ന് അറിയപ്പെടും. ആ അപാര മനുഷ്യനാണ്. ആ അദ്ദേഹം പിറവത്തും കൂത്താട്ടോളത്തും ഒരു പിറവത്ത് ഔട്ട് വെസ്റ്റായിരുന്നു. കൂത്താട്ടോളത്തുള്ളപ്പോൾ ആ ഒരു ഭയങ്കര മീശയൊക്കെ ഇട്ട ഒരാള്, പേര് ഞാൻ മറന്നുപോയി. അയാൾ SP ആകണവരെ കേൾക്കാറുണ്ടായിരുന്നു. ആ അയാളുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞപ്പോൾ ഈ ചട്ടൻ ജോയിന്ന് വിളിക്കുന്നുണ്ട്. ആ ക്രോസ് ബെൽറ്റ് ഉണ്ട് ഇങ്ങനെ. ആ ആ ബെൽറ്റോട് കൂടി എടുത്ത് തോറ്റ ഇറങ്ങി വെച്ചെടുത്ത. ആണല്ലേ? ആ, അതാണ് എല്ലാവർക്കും ഭയമായിരുന്ന മറ്റേ പുള്ളിനെ. ഒരു SP നെ മുസ്ലിമായിരുന്നു. SP നെ SP പിന്നെ ആയത്. ആ ഇവിടെ വരുമ്പോ SI ആ പിറവത്ത് ഇവിടെ ഒരാളേ ഉള്ളൂ. ആ ആ ആ അതാണ്. പിന്നെ കണ്ടത്തിൽ നോവല്, ആ അതാണ് ഈ ആടിന്റെ ചോര കൊടുത്ത് ആ സിനിമ കാണിക്കണില്ലേ, ആ സ്പടിയത്തി ആ കാണിക്കും. സാധിക്കും. ആ അവിടെ ചെന്നു അയാളുടെ ജീവിതകഥയാ. ആ ആ ആ അവിടെ ചെന്നു പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെല്ലാം പറഞ്ഞാലും ഉം, എത്ര സിനിമ 3 സിനിമ കണ്ട ഞങ്ങളുടെ നോവലിന്റെ കഥ തീരുകയെന്ന് പറഞ്ഞു. ആ ഉം. ആ ആ ആ അത് അതാണ് മീനച്ചിലാറ്റിൽ വെച്ച് ക്രൂസ് ബെൽറ്റ് ഇങ്ങനെ തന്നെ ആ ഒരു രഹസ്യമായിട്ട് വർത്താനം പറഞ്ഞു. ഇവിടെ ഉം, കാണികൾ പോരുന്നുണ്ട് പറഞ്ഞു. ഉം, അയാള് പുതിയതായിട്ട് ജോലി കിട്ടിയെന്നാ അങ്ങനെ അറിയാൻ വേണ്ട. ആ ക്രോസ് ബെൽറ്റോട് കൂടി വാരി എടുത്ത് ആ പുഴയിലേക്ക് എടിയേ ഇച്ചിരി വെള്ളം കുടിക്കാൻ എന്താടി. ആ, അപ്പൊ ഒറ്റയേറ് വെച്ചു കൊടുത്തു പുഴയിലേക്ക്. ആ ഭാര്യയുടെ പേര് ലീല. ആ നോവലിന്റെ കൂട്ടുകാരും നടന്നുപോയി. ആ പറഞ്ഞതാണ്. ഇല്ല ഇല്ല പറഞ്ഞില്ല. വേറെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ കുറെ ആ ദിവസം കണ്ട്. അപ്പൊ പോയി. ആ ഇപ്പം ഒരു പെണ്ണവിടെ വാക്ക് ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു കാരണവരിങ്ങനെ കവിഞ്ചയിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ അപ്പൊ ഈ പെണ്ണിനെ കണ്ട് നോവലിന് ഇഷ്ടപ്പെട്ടു. ആ നോവലിന് തല്ലിനൊന്നും കൂട്ടില്ല. ആ കൂട്ടുകാരെ വെച്ചിട്ടുണ്ട്, ഒറ്റക്കേ ഉള്ളൂ. ആ അവിടെ കയറി ചെന്നു. ആ ഇപ്പൊ കയറിപ്പോയ പെണ്ണേതാന്ന് ചോദിച്ചു. ആ അത് കാണുന്ന കവിഞ്ച കിടക്കുക. ആ അതെന്റെ മകളാന്ന് പറഞ്ഞു. ആ എന്റെ ഒരേ ഒരു മകളാന്ന് പറഞ്ഞു. ആ ഇങ്ങേര് കോളേജ് പ്രൊഫസറായിരുന്നു, ആ ഭാര്യ ടീച്ചറ്. ആ നിങ്ങൾ ഏതാ? ആ പെണ്ണിനെ എനിക്ക് കെട്ടാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. ആ നിങ്ങൾ ഏതാന്ന് ചോദിച്ചു. ആ ഞാൻ കണ്ടെത്തി നോവലാന്ന് പറഞ്ഞു. ആ ഇങ്ങേര് ചാടി കഴിച്ചെന്നാ പറഞ്ഞേ. ചാടി കഴിച്ച് കിലീല വറുത്തെടുത്ത് നോബിളോന്ന് എത്ര ചോദിച്ചോളെന്ന് പറഞ്ഞു. എന്തുകൊണ്ടോ ഭാഗ്യത്തിന് അറ്റാക്ക് വന്നില്ല എന്നാ പറഞ്ഞു. ലീല ചേച്ചി പറഞ്ഞ. ആ പെണ്ണിന് ബലമായിട്ടല്ല, പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കെട്ടാനാന്ന് പറഞ്ഞു. ഞാൻ മലമ്പാമ്പോ കടിയൊന്നുമല്ലെന്ന് പറഞ്ഞു. ലീല ചേച്ചി ഇറങ്ങി വന്നാ ചോദിച്ചു, എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിയതാണ്. അപ്പൊ അതിലാണ്ട് നിസാർ കൊല്ലേ ജീവിച്ചിരുന്നുള്ളൂ. അതിനു മുമ്പ് ആരാണ്ട് കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ ഈ കയ്യാലിലേക്ക് പിച്ചാത്തി വെച്ചിട്ട് ഇങ്ങനെ ഒരു കുത്ത കയ്യാലിക്കിട്ട് കുത്തിയ കാലിന്റെ കൊണ്ട് 33 വയസ്സ് തൊട്ടേ ഉള്ളൂ മരിക്കുമെന്നാ പറഞ്ഞു ഭാര്യ പറഞ്ഞു. ബാലചന്ദ്രനാട് വലിയ ഇഷ്ടം. പിന്നെ ഒന്നും വലിപ്പച്ചെറുപ്പൊന്നും എനിക്കൊന്നും അറിയില്ല. അത് കുറച്ചൊക്കെ ഇന്നത്തെ പോലെ സീരിയസ് എല്ലാ കാലഘട്ടമായപ്പോ ഇവിടെ വന്നു, വീട്ടിൽ വന്ന് പോണ്ടെന്ന് ലീല ചേച്ചി ഒത്തിരി പറഞ്ഞാന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പോയി. കൂട്ടുകാരൊന്നുമില്ല, തന്നെ അങ്ങനെ പോയതാ. ശത്രുക്കളെല്ലാം കൂടെ വളഞ്ഞിട്ട് ഒന്ന ലോഡ് ആൾക്കാർ കൂടി തല്ലുപോലെ. അയാളൊരു ദിവസം ഒരാളെ തല്ലാനുണ്ടായിരുന്നു. രാമൂരൻ തിയേറ്ററിൽ കയറി. തിയേറ്ററിൽ നിന്ന് എല്ലാവരും ഇറങ്ങി, ഇയാൾ ചലന വഴി എല്ലാവരും ഇറങ്ങി ഓടി. ആ തല്ലാനുള്ളവന് മര്യാദയ്ക്ക് തല്ലി. കൂട്ടുകാരെയും കൂട്ടൂല. തല്ലി കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നപ്പോൾ ഒരു പുള്ളി മുഖത്ത് തോർത്തിട്ട് അങ്ങനെ മൂടി കിട്ടുകയാണ്. ആ പുള്ളി എന്ന് വന്നിട്ട് അയാൾ മാത്രം ഓടിയില്ല, ഒരു 2 അടിയും വെച്ച് കൊടുത്തു. നോവല് തല്ലാൻ തുടങ്ങുമ്പോ തോർത്ത് കെട്ടി മാറ്റിയെന്ന് പറഞ്ഞു. അത് അപ്പനായിരുന്നു. അന്ന് ലീലത്തോട് പറഞ്ഞെന്നാ പറഞ്ഞേ, ഇന്ന് നമ്മുടെ അപ്പന് ഞാൻ നല്ലൊരു അംഗീകാരം കൊടുത്താട്ടി പോന്നേക്കണെന്ന്. ഇതുവരെ കിട്ടാത്ത അംഗീകാരം പറഞ്ഞു. എന്നാന്ന് വെച്ചാൽ ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് നോവല്. ഇവരൊക്കെ അന്ന് ബാലചന്ദ്രന്റെ ഇവിടെ നീര് കെട്ടിയേക്കുമ്പോ കിടങ്ങൂര് ഈ രവീന്ന് ഒരു അയാളുടെ വീട്, ആന രവീന്നാ വിളിക്കണേ. 4-5 തിയേറ്ററൊക്കെ ഉണ്ട്. ഭാര്യയുടെ പേര് രാധ. ഒരു മകളേ ഉള്ളൂ. ഇയാളെ ഒരു
മുടി വെട്ടിക്കാൻ കയറിയത് ഒരു കല്യാണത്തിന് പോകാനായിട്ട്, അല്ല ഷേവ് ചെയ്യാൻ. ആ കൂട്ടുകാരന്റെ അടുത്ത് കയറിയ ബാർബറ്, ആഹാ ബാർബറുടെ. ആ ഇപ്പൊ ഒരു അന്ന് പുള്ളിക്ക് കൃതാവുണ്ട്, ആ മീശമില്ല. ആ അപ്പൊ ഒരു ഇന്ത്യ നടനെ പോലെ ഇരിക്കും. ഉം, ഈ ഒരു കൃതാവ് മുകളിലേക്ക് നീളം കൊടുത്തു, ആ ഒന്ന് ഇറക്കി വെച്ചു. ആ കല്യാണ പന്തലിൽ ചെന്ന് കഴിഞ്ഞപ്പോള് എല്ലാരും ഇങ്ങനെ, കടങ്ങൂർ വാസുദേവനാരുടെ പെങ്ങടെ മകനാ, ആ എല്ലാരും ഇങ്ങനെ നോക്കി ചിരിയായി നേരെ നോക്കി, കൂട്ടുകാരും ഒക്കെ. ആ ഇവരൊന്നും മിണ്ടണില്ല, ആ ചോദിച്ചവരൊന്നും. ഉം, ഉം, അവസാനം ഒരു വണ്ടി കിടക്കേണ്ട അടുത്ത് എന്തെങ്കിലും മുഖം നോക്കി. ഉം, ഉം, അപ്പൊ ഇതാ സംഭവം. ഉം, 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 കല്യാണത്തിന് തന്നെയല്ല, ബുള്ളറ്റല്ല വന്നത്, അങ്ങനെ തന്നെ പോയി. ഉം, പുള്ളിയുടെ വീടിനടുത്താ ഉം, കടങ്ങൂര് ഉം, കട്ടച്ചര. ഉം, ഈ ബാറുവരെ തിരക്ക് കൂടി മുടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാള് കൂട്ടുകാരനാ. ആ എന്നെ തോണ്ടിട്ട് പറഞ്ഞു, വന്നെന്ന് പറഞ്ഞു. ആ വന്ന വരവിന് ഒന്നും പറഞ്ഞില്ല, ഒറ്റ കുത്ത്. ആ ഇവര് കുത്തി വലിക്കും, ഊ, മലത്ത് വിദ്യത്തെ കുത്തി വലിക്കണം, രക്ഷപ്പെടാണ്ടിരിക്കാൻ ആ വേണ്ടി ആ കുടല് മുറിയും. ആ ആ ആ അങ്ങനെ അങ്ങനെ ഒരാളെ കൊന്നവനാണ്. ആണല്ലേ ഉം ആ ഞങ്ങളൊരിക്കലും റിലീജ് പറഞ്ഞു, വൈകുന്നേരം വന്നപ്പോഴേ ഉം, ഈ വീട്ടിൽ ഇന്ന സാധനമൊക്കെ ഇല്ലെന്ന് പറഞ്ഞു. ആ പിന്നെ കോറോട്ടുണ്ട്, ആ വലിയ ഓട്ട. ആ ഞാൻ അവിടെ ബാലഞ്ചേട്ടൻ നീര് കിട്ടേക്കണെങ്കിൽ ഞാൻ എന്റെ അസിസ്റ്റന്റ് അല്ലേ. ആ അപ്പൊ എന്നെ വിളിച്ചോണ്ട് പോയി. ആ വീടിന്റെ കെട്ടി അപ്പുറത്തോടെ ഒരു കനാൽ പോണ്ട്, ഉം, എളുപ്പവഴിക്ക് വാടാ, ഇതിലെ വന്നു. ആ അപ്പൊ അവിടെ ഞാൻ ഇറങ്ങിയപ്പോഴാണ്, നീ ഇത്ര നേരം പിടിച്ചില്ലേ, ഞാൻ പിടിക്കാന്നും പറഞ്ഞ് ഉം, കൊട്ടയോടുകൂടി ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ ഇരുന്നേച്ച് എനിക്ക് ഇറങ്ങണം, താഴ്ച കാണുമെന്ന് പറഞ്ഞു. ആ ഒരു തെരുവ് പറഞ്ഞത് കോപ്പല്ല താഴ്ച, നീ അവിടെ ആൾക്കാരൻ്റെ അടുത്ത് അങ്ങ് ഇറങ്ങിയതാ. ഇത് കൊട്ടയോടുകൂടി പറഞ്ഞപ്പോൾ പോയി ഇഷ്ടത്തെ അവിടെ തന്നെ എടുക്കാനാ. അങ്ങനെയൊക്കെ ഒരാളാണ് ഈ കൈക്കോള രവി എന്ന് പറയുന്നത്, ആന രവി എന്ന് പറയുന്നത്. ആ വാസവണ്ണന്റെ വൈക്കോൽ ആ റോഡിലെങ്ങാണ്ട് ഇങ്ങനെ ഉണങ്ങായിട്ട് വരണം. ആ ഈ ബുള്ളറ്റായിട്ട് എന്താ പറഞ്ഞു, ഇവിടെ ഒരുപാട് പേർക്ക് അപകടം പറ്റും. ആ ഒറ്റ കുടിയില്ലാണ്ട് വൈക്കോൽ ഇപ്പൊ തന്നെ മാറ്റിക്കൊള്ളുന്നുണ്ട്, 6 മണിക്ക് മുമ്പ് മുഴുവൻ മാറ്റിയാൽ. ആണല്ലേ ആ അതാണ് ഒരു കൂട്ടുകാരൻ. ആ ആ ആ ആ ഇങ്ങനെ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. അതിലെയും ആ ഒരു മരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു ആ കാലത്തെന്ന് പറഞ്ഞു. ഇയാൾ ഈ കള്ളു കുടിച്ച ഓടിച്ചത് വളരെ നിരപരാധികളെ തല്ലുന്ന ആളല്ല, ഉം, വലിയ വലിയ വൻമരങ്ങളായിട്ട് പിടിക്കുള്ളൂ. ആ ആ കൂട്ടൊന്നും വേണ്ട അതിന്. ആ ആ ആ അത് തേങ്ങ ഇടുന്ന സമയമൊക്കെ ആകുമ്പോ അപ്പന് ഫ്രണ്ടിലൊരു കവിഞ്ച ഉണ്ടാവില്ലിരിക്കുന്ന പറഞ്ഞു. ആ അപ്പുറത്ത് വന്ന് നിന്ന് ചോദിക്കുന്നു പറഞ്ഞു, അവിടെ തേങ്ങ ഇട്ടെന്ന് ചോദിക്കുന്നു. ആ ആ ആ ഇങ്ങനെ വരുള്ളൂ എന്ന് പറഞ്ഞു, അല്ലാണ്ട് ഇതിനൊന്നും ഒന്നും നിൽക്കില്ല. ആ ആ നോവുള്ളൂ. അത് ബാലഞ്ചേട്ടന്റെ കൂട്ടുകാരനായിരുന്നു. ആ ആ ആ ബാലഞ്ചേട്ടനാണെങ്കിൽ കാലം കരഞ്ഞാൽ കരയൂല്ലെന്ന് പറഞ്ഞു. ആ ഉം. ആ ഒരു വണ്ടിയിലും ടിക്കറ്റ് എടുത്ത് കണ്ടു. പിന്നെ നിസ്സാര സ്വഭാവം പറഞ്ഞെങ്കിൽ നല്ല സ്വഭാവമാണ് ബാലഞ്ചേട്ടൻ്റെ. ആ ഞങ്ങള് മീനിടത്തിന് പോകാനായിട്ടൊരു ബസ്സേ കയറി. ആ അപ്പൊ കയറിയപ്പോ കിടങ്ങൂരുന്നാ പോണത്. ആ ബാലഞ്ചേട്ടൻ കണ്ടിട്ട് ടിക്കറ്റ് എടുക്കണില്ല. ആ എന്റെ ടിക്കറ്റ് പൈസ എന്ന് പറഞ്ഞു. ആ വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞു മാറി. ആ ഞങ്ങൾ ഇറങ്ങുന്നതിന്റെ കുറച്ച് മുമ്പ്, അല്ല ഈ കയറിയപ്പോൾ റോഡ് സൈഡിൽ നിന്ന് രണ്ടുപേര് ഈ തല്ലിക്കൊണ്ടിരിക്കുക. ആ വണ്ടിക്കകത്തല്ല, പുറത്ത്. ആ പുറത്ത് ആ അപ്പൊ വണ്ടിക്കകത്ത് ഇരുന്ന് ഒരാൾക്ക് ഈ ആവേശം കയറിയിട്ട് ബാലഞ്ചേട്ടന്റെ പുറത്തിട്ട് ഒരടി കൊടുത്തു, ആവേശത്തിൽ പന്തേഴ് കാണുമ്പോൾ. ആ അടി തന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. ആ മീനിടെ കവലയിൽ ഇറങ്ങിയപ്പോ ഇവരെങ്ങനെ പിടിച്ചോണ്ടെങ്ങനെ പോകണം. ഇതാണ് അടി എന്നും പറഞ്ഞു ഒറ്റ അടി ഒരു ചവിട്, ആരും ചവിട് തല്ലും ചവിട് ഒന്നിച്ചാ അവിടെ കിടന്നു. ഇതൊക്കെ സ്വഭാവം. എനിക്ക് ഇറങ്ങുമ്പോൾ പേടി, ഇന്നും എല്ലാവരുമായിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുഴപ്പം എന്താന്ന് വെച്ചാല്, ബാലചേട്ടൻ ആരെ തല്ലിയാലും, ഇന്ന് നല്ലതന്നെ ഞാൻ പറയണില്ല, തെറ്റാ. ബാലചേട്ടൻ ആരെ തല്ലിയാലും ഞാൻ എന്തെങ്കിലും ചെയ്യും. അപ്പൊ അറിയില്ല, അത് ഈ ബാലന്റെ പിയെ എന്ന് പുള്ളിയുടെ കൂട്ടുകാരൊക്കെ പറയണത്. ഈ പറയുന്ന ചേട്ടൻ ചോദിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ എല്ലാരും ഇതാണ്. ബാലന്റെ പിയെ എന്റെ മന്ന വഴി ഇങ്ങനെ കിടങ്ങൂർ ഒരു ഇതുണ്ടാവണ ആളിലും മുറ്റും മനുഷ്യരും, ബാക്കിയുള്ളവർക്ക് പാവങ്ങൾ, ഇവര് മുറ്റ ഓടിച്ചിട്ട് തല്ലാനൊന്നും പോകില്ല. അങ്ങനെ ഈ പാച്ചൊൽപ്പിന്റെ ആന 5 കൊല്ലം നീര് കെട്ടിക്കിടന്ന ആനയില്ല, അല്ല കെട്ടിക്കിടന്ന ആനയില്ല. ഇതിന്റെ അഴിച്ചിങ്ങനെ ഇവിടെ രവി എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് നീര് കെട്ടിയേക്കുക. അപ്പൊ ഈ നാരായണൻ നായ്ക്കയുടെ പേര്, അയാളോട് വന്ന് ഈ ആനയെ വിളിക്കുകയൊക്കെ ചെയ്തു. അകലെ നിന്ന് 5 കൊല്ലം കെട്ടുന്നവര് എന്നാണ് വിളിക്കുകയൊക്കെ ചെയ്തു. ഇയാൾ ഈ ആനപ്പുണ്ണി കൂടോത്ര എന്നാ പറയണത്. അപ്പം ബാലചേട്ടന് റബ്ബർ വെച്ചാടെ അതിന് ടെറസ് കെട്ടു പറഞ്ഞു. വീട്ടിൽ നിന്ന് പേരൊന്നും മേടിച്ചില്ല, 15 സെന്റ് ആകെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 1.5 ഏക്കർ സ്ഥലം ജല്ലപ്പെട്ട് റോഡിട്ട് കെട്ടിടം മേടിച്ചു ആനപ്പുണിയില്. അപ്പൊ അതിന് റബ്ബർ വെച്ച് തന്നെ ടെറസ് കെട്ടാൻ പോയേക്കുക വീട്ടില്. അപ്പൊ ഇത് കഴിഞ്ഞൊക്കെ വന്നു, ഒരു 3 മണിയായി.
എടാ ഇവിടെ നിന്ന് ആനയുടെ അടുത്ത് ആരെങ്കിലും വന്നായിരുന്നോ വിളിക്കുമല്ലോ ചെയ്യുമെന്ന് ചോദിച്ചു. ആ ഒന്ന് വരുന്നു. ആ നീ എന്നിട്ട് വെറുതെ വിട്ടോന്ന് ചോദിച്ചു. ആ ഞാൻ ഇങ്ങനെ നിന്ന് ഉം, ആളെല്ലാം ചോറോട് കിട്ടാ. ഞാൻ എന്നാ പിന്നെ പാലാ. ഉം, അപ്പൊ ഈ ആനയ്ക്ക് അല്ല അതിനു മുമ്പ് എന്നോട് പറഞ്ഞു, നീ എന്ന് ആ ഈ ആനയുടെ ഉടമസ്ഥന്റെ ഷാപ്പാപ്പറേ ഉം, അവിടെ ചെന്ന് അവനാ ഷാപ്പിൽ കാണും. ഉം, ഒരു 2 അടി കൊടുത്ത് ചോരാൻ പറഞ്ഞു. ഉം. ഈ കാലിന്റെ ഇവിടെ ഒരു വെള്ളക്കേട് പോലെ ഒരു മുഴയുണ്ട് അവന്റെ അടയാളം. ആ അത് നോക്കാൻ മതി, അവൻ തന്നെയാ. ആ അതിൽ മുകളിൽ നോക്കാനുണ്ട്, തല്ലിയ ചോരാൻ പറഞ്ഞു. ഉം, ഞാൻ അവിടെ ചെന്നപ്പോ ഇയാളെ ഷാപ്പിൽ നിന്ന് ആനകയറ്റമൊക്കെ ഉണ്ട്. ഉം. എന്നെ കണ്ടെങ്കിൽ എനിക്ക് വേണേൽ നിങ്ങളോട് പറയാൻ പറ്റില്ല 2 അടിയും കൊടുക്കുന്നത്. ആ. ഞാനെങ്കിലും തല്ലിയില്ല, എനിക്ക് പേടിച്ചിട്ട് ഞാനെങ്കിലും തല്ലിയില്ല. ഞാൻ തീരെ ചോറുവാ. ഞാൻ തിരിച്ചു വന്നു, കൊടുത്തോടാന്ന് ചോദിച്ചു. ഉം. കണ്ടില്ല ചേട്ടാന്ന് പറഞ്ഞു. ഉം. നീ കണ്ടു, പക്ഷെ നിനക്കൊന്നും അതിനുള്ള കഴിവില്ലെന്ന് പറഞ്ഞു. ഉം. കഴിവില്ലടാ പൂരെന്ന് പറഞ്ഞു. ഉം. ഒരു വയ്യ വരൂ, ഉം. ഈ വെള്ളം കോരും എങ്ങനെ കഴിച്ചു കൊടുത്തു. ഉം. അങ്ങനെ ഉണ്ട് പിടിയുന്ന ഈ ഇരുമ്പ് തൊട്ടിയും കാര്യം കൂടെ കെട്ടിട്ട് പോണം. ആ ഏഹ് ആ റോഡ് സൈഡാ വീട്. ആ ഇയാളായാലും നടന്നുകൊണ്ടാണ് ആ ഈ കുടിയും കഴിഞ്ഞ് അങ്ങോട്ട്. ആ ആ ഏഹ് അന്ന് ഈ ബ്ലാസ്റ്റ് കല്ലാസിൽ ഈ പേപ്പറാ. ആ അപ്പൊ ഇവര് ആനക്കാര് നടക്കുമ്പോ ഒരു പൊതി കൈ കാണും. ആ ഇത് കുറച്ചു നേരം കട്ടത്ത് വെച്ച് കഴിയുമ്പോ ഇത് വേർത്തിട്ട് ഇത് പോകും. ആ ചെന്ന വഴി അങ്ങോട്ട് ഇഞ്ഞ് ഇഞ്ഞും പിടിച്ചു ഇങ്ങോട്ട് തട്ടി. ആ നീ ആന്റെ അടുത്ത് പോയിട്ടാ നാറിന് ആ പതുക്കെ വെച്ചു. ആ പിന്നെ അയാളൊന്നും പറഞ്ഞിട്ടില്ല. 2 അടിയും കൊടുത്തു, കാലിനൊരു അടിയും കൂടെ കൊടുത്തു. ആ പൊരിയൊക്കെ താഴെ പോയി നിലത്ത് വീണു. ആ ഞാൻ ഈ പൊരിയൊക്കെ എടുത്ത് കൈ കൊടുത്തു, ഏൽപ്പിച്ചു. ഒരു 2 അടി ഞാനും കൊടുത്തു. ഇയാൾ പിന്നെ തിരിച്ചു ചെല്ലുള്ളൂ നമുക്കറിയാം. ഭാരതന്റെ അടുത്തുനിന്ന് കൊണ്ടല്ലോ. അതെനിക്ക് ഇന്നും കഷ്ടമായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പേർ തല്ലിയായി. ആ ആ എനിക്ക് വേണ്ടിയല്ല. ആ. അപ്പൊ നമുക്ക് വേണ്ടി ആരും തല്ലില്ല. ഇല്ല ആ നമ്മളോട് ആര് വരാൻ, നമ്മുടെ അടുത്ത് ആര് 10, 15 വയസ്സുള്ളില്ലോ. പിന്നെ ആര് വരാനാണ് ആ ആ ഈ ധർമ്മക്കാരൻ്റെ കൂട്ടുകാരൊക്കെ. ഞാനെപ്പോഴും ഭാരതേട്ടൻ കാലം അവിടെ ഞാൻ ചവിട്ടുള്ളൂ പറയില്ല. ആ എവിടെ പോകണമെങ്കിലും എന്നെ കൊണ്ടുപോകും, ഉം, ഉം, ഉം. എങ്ങോട്ട് പോകണമെങ്കിലും. ആ ആ ഞാനൊരു ദിവസം അവിടെ ഒരു കുണ്ടക്കോല് വെച്ചായിരുന്നു. ഈ പാലന്റെ ആനയാണ് കിട്ടിയേക്കാണല്ലോ. ഉം. പാലന്റെ ഞാനും ആനക്കാരനല്ലേ എന്റെ. ആ ഞാൻ ഇതിനിട്ട് എന്നെ ഈ ഒരു അവിടെ ഒരു ചാമ്പമരം നിൽപ്പുണ്ട്. ആ അത്രയും വലിയ ചാമ്പം കണ്ടിട്ടുണ്ട്. ഇന്ന മരം ആ പൊക്കമുണ്ട്, ആ വണ്ണം. ആ ഞാനിത് മരത്തിന്റെ എന്നു ഇരിക്കും. ആ ഇപ്പൊ ഇങ്ങനൊരു കോല ആരുടെയും കൈ കൊണ്ടു നടക്കില്ല. ആ ഈ സാധാരണ നീളം കുറഞ്ഞൊന്ന് ഒടിഞ്ഞു പോയാൽ അത് ഇഴപ്പ് വയ്ക്കും ആ സാധാരണക്കാരല്ല. ആ ആ ഞാനും വെച്ചിട്ടുണ്ട്, ആ പക്ഷേ പുള്ളി അത് പിന്നെ ഇഴപ്പ് വെച്ച് ഉപയോഗിക്കില്ല. ആ എന്നോട് തന്നെ ചോദിച്ചു, ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടാ പോണത്. ആ അപ്പം ഒരു ദിവസം ഇങ്ങനെ വന്നെ ചോദിച്ചു, ഈ ചാമ്പക്കിട്ട് ഞാൻ ഇടി തുടങ്ങുമ്പോ ആന അവിടെ കിടന്ന് തന്നെ ഒടിയിൽ തുടങ്ങും അടുത്തടുത്താ. എന്നോട് ചോദിച്ചു, ഈ കോല ആരെങ്കിലും എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ആ അല്ല, ആരെങ്കിലും എടുക്കില്ല, നീ എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ആ നുണ പറയാൻ മേലെന്നാ പറഞ്ഞത്. ആ ഞാന് എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ആ നിന്നോടും പറഞ്ഞിട്ടില്ല എന്റെ കോല എടുക്കരുതെന്ന്. ആ ഒന്നും മിണ്ടിയില്ല, പിന്നെ ഒന്നും പറഞ്ഞില്ല. ആ സന്ധ്യ സമയം ആ മയക്കലാകുമ്പോൾ ആ രവിചന്ദ്രൻ ഒരു സൈക്കിൾ അവിടെ ഇരുന്നു. ആ അതെടുത്ത് ചവിട്ടിയിട്ട് പറഞ്ഞു, ആ ബാഗിലേക്ക് കയറാൻ പറഞ്ഞു. ആ അങ്ങനെ കയറി. ആ എങ്ങോട്ടാന്ന് ചോദിക്കാനൊന്നും പാടില്ല. ആ പാടില്ല, നമ്മൾ ചോദിക്കാമല്ലോ പേടിച്ച്. അത് തന്നെ തൊടുപുഴ ചെന്ന് നിന്ന് KKP ആന കയറി കേരളത്തിലെ ഏറ്റവും വലിയ ചുഴത്താട്ടി, ഏറ്റവും വലിയ ഇവിടുന്ന് അടിക്കാൻ വന്ന പറഞ്ഞാല് ആ കോലെടുത്ത് അവിടെ ഒരു കോല് ചായക്കട വെച്ചിട്ടാ വന്നത്. അല്പം ഒടുന്നുകൊണ്ട് പുള്ളി അത് വീട്ടിച്ചിട്ടില്ല. അത് എടുത്തോളാൻ പറഞ്ഞു. ആ തൊടുപുഴ എന്ന സൈക്കിൾ എണ്ണപ്പോ ചിന്നോടി ഓട്ടി. ഇവിടെ വന്നപ്പോ എന്തേ ഇനി ഇതും കൊണ്ട് ഇടിച്ചു കൊടുത്തോളാൻ പറഞ്ഞു. എന്റെ പോലെ എടുക്കരുന്ന് പറഞ്ഞു. അപ്പൊ ആ സ്നേഹവായ്പ എങ്ങനെയുണ്ട്. ഷർട്ട് മേടിച്ച കാര്യം ഞാൻ ബാലന്റെ കാര്യം ചോദിച്ചിട്ടാ പറഞ്ഞു, ഷർട്ടിന്റെ കാര്യം പറഞ്ഞില്ല. ഇത്രയും സ്നേഹമായിരുന്നു എന്നെ എനിക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല.